ഹലോ, ആരാണ്? ഫൈസൽ സാറല്ലേ? അതെ, ആരാണ് വിളിക്കുന്നത്? കൊറേ നിങ്ങൾക്ക് വിളിക്കുന്ന ഒരാഴ്ചയോളായി, മെസ്സേജ് ഇട്ടോ, നിങ്ങളത് പ്രതികരണം ഇല്ല, അവിടെ വിളിച്ചാണ്. എന്തായിരുന്നു? ഞാന് മലപ്പുറം ജില്ല തിരുവനങ്ങാടി നിന്നാണ്, അറിയോ? ഓ, സ്ഥലം അറിയാം. പറഞ്ഞോളൂ. വന്നിട്ടുണ്ടാ? ഇല്ല, മലപ്പുറത്ത് വന്നിട്ടുണ്ട്. അത്ര അങ്ങനെയൊന്നും സ്ഥലമൊന്നും അത്ര പരിചയമില്ല. ഓക്കെ, പറഞ്ഞോളൂ. ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ നേരം ഉണ്ടാവോ? ഓക്കെ പറഞ്ഞോളൂ. നമ്മളെ നിങ്ങളെ വീഡിയോകളൊക്കെ കണ്ടിട്ട് വിളിക്കാൻ. നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ഈ ഇസ്ലാമിനും മുസ്ലിങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ്, എന്താ അതിന്റെ കാരണം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. നമ്മള് സാധാരണ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനോ എതിരായിട്ട് ഒരു വീഡിയോ ചെയ്യാറില്ലല്ലോ. അല്ല, നിങ്ങളെ കൂടുതൽ വീഡിയോകളും ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആളുകൾക്കോ എതിരായിട്ടും മറ്റുള്ള മതക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ഒന്നും അറിയാത്ത ജനങ്ങൾ ഇതിൽ പെട്ടിട്ട് വളരെ പല വിഷയത്തിൽ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴേ ഒരു കാര്യം നിങ്ങൾക്ക് അത് തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഭീകരവാദത്തിനെയും തീവ്രവാദത്തിനെയും എതിർക്കും എങ്ങനെയാണ് സാധാരണ മുസ്ലിമിന് അത് എതിരാവുന്നത്? അത് ഒരിക്കലും ഇല്ലല്ലോ. അതും ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കേ, ഞാൻ സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എന്റെ ചാനലിൽ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ? സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഭീകരവാദത്തിനെ പറ്റി പറഞ്ഞോളൂ. ഞാൻ ഹമാസ് ഭീകരര്, ഹിസ്ബുള്ള ഭീകരര്, ഹൂത്തി ഭീകരര്, ഇവർക്കൊക്കെ എതിരെ പറയും. ഞാനൊന്ന് പറയട്ടെ, ഇവർക്കൊക്കെ എതിരെ ഞാൻ പറയുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു സാധാരണ മുസ്ലിങ്ങൾക്ക് എതിരെ പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹമാസ് ഭീകരരെ നിങ്ങൾ പറഞ്ഞൊക്കെ ഭീകരരൊക്കെ ഇന്ത്യയിൽ നിങ്ങൾ RSS എങ്ങനെ കാണുന്നത് എന്ന് പറയാൻ പറ്റുമോ? RSS ഈ രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടനയൊന്നുമല്ല. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണത്. ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരിക്കലും അല്ലല്ലോ. അതെങ്ങനെ? അതാണ് നിങ്ങൾക്കുള്ള പ്രശ്നം. ഒരു കാര്യം നിങ്ങളെ പേരെന്തായിരുന്നു പറഞ്ഞേ? എന്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഓക്കെ. ഈ അബ്ദുറഹ്മാൻ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നിരോധിച്ച സംഘടന ആണെങ്കിൽ, ഓക്കെ, പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ ഇവിടെ അത് നിരോധിച്ചത് തന്നെയാണ്. ഓക്കെ, അതിലൊരു തർക്കമില്ല. അപ്പൊ അതൊരു ഭീകര സംഘടനയായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളത്, അല്ലേ? നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണോ? അതായത് രാജ്യത്ത് നിരോധിച്ചൊരു സംഘടനയാണോ RSS? അല്ല. അതേസമയം പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിച്ച സംഘടനയാണ്. ആ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദവും പ്രവർത്തനം നടത്തുന്നിട്ടാണ് അവരെ എന്ത് ചെയ്ത് നിരോധിച്ചത്. ഈ RSS രാജ്യത്തെ ഭരണഘടനയോ രാജ്യത്തെ സംവിധാനങ്ങളോ നിരോധിച്ചിട്ടില്ല. പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? അല്ല, RSS തീവ്രവാദ സംഘടനയാണോ? അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരിക്കലും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് നിരോധിക്കൂലേ? നിരോധിക്കാണ്. ഇന്ന് ഭരിക്കുന്നത് ആരാണ്? RSS അല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കുന്ന പോലെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെയൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ട്. പിന്നെന്താണ് അവര് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല? പിന്നെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? നമ്മൾ അംഗീകരിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അത് അങ്ങനെ അംഗീകരിച്ചാൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. യോജിപ്പൊക്കെ ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. അല്ല, അതിന് നമ്മൾ തെറ്റ് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. നമ്മളെ പ്രധാനമന്ത്രിയാണ്. പിന്നെ അതേപോലല്ലേ RSS അവിടെ നിരോധിച്ചില്ലല്ലോ. ഫൈസൽ സാറെ, നമ്മളെ നാട്ടിലെ നടക്കുന്ന RSS ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനം, കൊലപാതകം പോലെയുള്ള പ്രവർത്തനം മറ്റാരും ചെയ്തിട്ടില്ല. അത് നിങ്ങളെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ പ്രമുഖ ഇവിടെയുള്ള മാധ്യമങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതോ ആവാം. എന്താണ് ഇവിടെ RSS നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി? എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാ അല്ലെ ജോലി ചെയ്യുന്ന? ഞാനൊരു മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് RSS എന്ത് ബുദ്ധിമുട്ടാ ജീവിതത്തിൽ ഇന്നേ വരെ ആയിട്ട് ചെയ്തിട്ടുള്ളത്? നമ്മക്കല്ല, അവിടാണ് പ്രശ്നം. ഞാൻ സിമ്പിൾ അല്ല നിങ്ങൾ പറഞ്ഞാല് ഓക്കെ ഞാൻ ഒറ്റ കാര്യം, മുസ്ലിം സംഘടനകൾക്ക് ഒരു കാര്യം മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ ഒന്ന് ഞാനും പറയട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിച്ചതുപോലെ എന്നെ വിളിക്കുന്ന ഓരോ ആളുകളോടും
ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് RSS വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ ചെയ്തതെന്ന്. അപ്പൊ അവരൊക്കെ എന്നോട് മറുപടി പറയാനുള്ള എന്താ അറിയോ? ഇല്ല, ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ മുസ്ലിം സംഘടനകൾക്ക് ചെയ്തു. ഏത് മുസ്ലിം സംഘടനക്ക് നേരാ? ഇവിടെ ഭീകരവാദത്തിനെതിരെ ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ ഇന്നെ വിളിച്ചു പറയാണ് ഞാൻ സാധാരണ ആൾക്കാർക്ക് എതിരാണ്. അല്ല, അതേപോലെ തന്നെ അല്ല നിങ്ങൾ ഇത് തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ പറയുക, നമ്മൾ ഇന്ത്യയിൽ ഭീകരവാദത്തിനെതിരെ നിങ്ങൾ സംസാരിക്കാതെ ലോകത്തിൽ ആര് പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ ഭീകരവാദത്തിനെതിരെ? അല്ല 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 നിങ്ങള് ഒരൊറ്റ കാര്യം അല്ല, ഞാൻ അതൊന്നും എതിർക്കുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ പറയുന്നതിന് എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ ഒരു അവസരം തന്നായി. നിങ്ങൾ പറഞ്ഞല്ലോ ഈ രാജ്യത്തെ എതിർക്കുന്നില്ല. ഈ ഹമാസിന് വേണ്ടിയിട്ടും ഹമാസിനെതിരെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഹമാസിനെ നിങ്ങൾ അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ വീഡിയോകൾ തന്നെ നിങ്ങൾ കുറച്ച് മുമ്പ് പിന്നെ പുറകോട്ടുള്ള ഓക്കെ അതിൽ കമന്റ് ബോക്സുകളിൽ ഹമാസ് ലവ് ചിഹ്നിട്ടുകാനും ഹമാസിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന അല്ല ഹമാസ് ഇന്നും ഇന്നലെയുമായിട്ട് എന്നെ കോള് ചെയ്തോലൊക്കെ ഹമാസിനെ അനുകൂലിച്ച് ഞാൻ ഒരു കാര്യം പറയുന്നത് കേക്കി, നിങ്ങൾ അനുകൂലിക്കുന്നില്ല, ഓക്കെ ഞാൻ അംഗീകരിച്ചു, പക്ഷെ നിങ്ങൾ ആരും അനുകൂലിക്കില്ല പറയരുത്. കാരണം എന്താ അറിയോ, എന്നെ വിളിക്കുന്ന ആള് ഞാൻ ഹമാസിനെ അനുകൂലിക്കുക എന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ച ആളുണ്ട്, ഇന്ന് വിളിച്ച ആളുണ്ട്, ഇനി ഒക്കെ പോട്ടെ. നിങ്ങൾക്ക് ഞാൻ എന്നെ വിളിച്ചെന്ന് പറയുമ്പോൾ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ ഫോൺ റെക്കോർഡുകൾ ഇടാറുണ്ട്. അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ അവസരം നിങ്ങൾക്കും തരൂ, ഒരു പ്രശ്നമില്ല. അപ്പോ എന്നെ വിളിച്ച് റെക്കോർഡിൽ ആളുകൾ പറയാറുണ്ട്, ആ റെക്കോർഡ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അവര് പറയും ഞാൻ ഹമാസിന്റെ ആളാണ്, ഞാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട്, അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ രാജ്യത്തിനെ ബാധിക്കുന്നല്ലേ? അപ്പൊ എന്റെ രാജ്യത്തിനെ ബാധിക്കുന്ന ഭീകരവാദ പ്രവർത്തനം തന്നെയല്ലേ ഹമാസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോ? അല്ല, ഹമാസിനെ നമ്മൾ അംഗീകരിച്ചു, നമ്മൾ പലസ്തീനാണ് അംഗീകരിക്കുന്നത്. ഓക്കെ, പലസ്തീനിലും അതേപോലെ തന്നെ ഇസ്രായേലിലും ഒരു ലോകത്ത് ഒരു സ്ഥലത്തും അല്ല ഞാൻ പറയാം ഹമാസ് അവരെ നാട്ടില് ഒരു മിനിറ്റ് ഞാനും പറഞ്ഞു, ഹമാസ് അവരെ നാട്ടില് അവരോട് എതിർക്കുന്ന അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവരോടാണ് എതിർക്കുന്ന ഹമാസ്. അല്ല നമ്മളടുത്ത് ഹമാസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞിരട്ടെ മറുപടി എതിർക്കുന്ന അവര് രാഷ്ട്രത്തിനോട് എതിരിടുന്നവരായിട്ടാണ് എതിർക്കുന്നത്. അത് അവരും ആയിക്കോട്ടെ, നമ്മളെ നോക്കണ്ട. പക്ഷെ നമ്മളെന്താണ് അവര് നമ്മളടുത്തേക്ക് വരുന്നത്, നമ്മളെ നാട്ടിലുള്ള ഭീകരത ഇപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? അല്ലല്ല ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ മതി. ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഹമാസ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളത്. ഹമാസ് ലഷ്കർ ഇ തയ്യിബ ആയിട്ട് ഖത്തറിൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അത് ഇവിടെ എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഞാൻ പറയട്ടെ ലഷ്കർ ഇ തയ്യിബ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഈ പലസ്തീന് വേണ്ടി മാത്രം പോരാടുന്ന വിമോചന സമരം എന്നൊക്കെ നിങ്ങളല്ല ആരെങ്കിലും ഒക്കെ പറയുന്ന ആളുകൾ പറയുന്ന വിമോചന പലസ്തീന് വേണ്ടി പോരാടുന്നവരാണ്. എന്തിനാണ് ഈ ലഷ്കർ ഇ തയ്യിബ ആയിട്ട് ബന്ധം ഉണ്ടാക്കുന്നത്? നമ്മുടെ രാജ്യത്തിനെതിരുള്ളവർ പോലും ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഹമാസിനെ അനുകൂലിക്കുന്നത് അംഗീകരിക്കാൻ പറ്റൂല എന്നും അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. നമ്മൾ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പലസ്തീനാണ്. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇസ്രായേലിലെ സാധാരണക്കാർ ഈ പലസ്തീനെ പിന്തുണയ്ക്കാന്ന് പറയുന്നത് ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു, ഞാനും പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം എന്താ അവിടെ സാധാരണക്കാർ കൊല്ലപ്പെടരുത് എന്നാണ് ഞാൻ അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഞാൻ പറയുമ്പോ എപ്പോഴും ബോധത്തോടു കൂടി എങ്ങനെയാ പറയാറുള്ളതെന്നറിയോ? ഇസ്രായേലിലും പാലസ്തീനിലും സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടരുതെന്ന. നിങ്ങൾക്ക് ഇസ്രായേലിലുള്ള കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നതിന് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല? അത് നമ്മൾ പറഞ്ഞില്ലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ പലസ്തീൻ മാത്രം പറയുന്നത് ശരിയാണോ? ഇവിടെ പലസ്തീൻ കൊടി മാത്രം അല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏത് പാർട്ടിയാണോ ഏത് സംഘടന ഒന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് ഓക്കെ എന്നാ ഇവിടെ ഉള്ള പാർട്ടികൾ ഞാൻ പറയാം. ഓക്കെ, അങ്ങനാണെങ്കിൽ നിങ്ങൾ എന്നോട് ഇപ്പോഴും പറയരുതായിരുന്നു പലസ്തീനും വേണ്ടിന്ന്. ഇസ്രായേലിനും പലസ്തീനിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് നിങ്ങൾ പറയണം. പലസ്തീനായാലും മനുഷ്യരാണ്, ഓക്കെ നമ്മളും അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഒരു മുസ്ലിം വിരോധന്മാർ എങ്ങനെ ഞാൻ ഭീകരവാദത്തിനെതിരെ പറയുമ്പോ എങ്ങനെയാണ് അത് മുസ്ലിം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ഭീകരവാദത്തിന് തീവ്രവാദത്തിന് എതിർക്കുമ്പോ എങ്ങനെയാണ് നിങ്ങൾ സാധാരണ മുസ്ലിങ്ങൾക്ക് എതിരാന്ന് നിങ്ങൾ പറയുന്നത്? അത് ശരിയാണോ? ഒറ്റ മിനിറ്റ്. നമ്മള് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു അല്ലെ? അവർക്കൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഈ നാട്ടില്
നമ്മളെ ഇന്ത്യയില് വന്നിട്ട് എത്ര കുറച്ച് വർഷമായിട്ടുള്ളൂ. അവര് എത്ര കേസ് കൊലപാതക കേസ് ഉണ്ട് അറിയില്ലേ? അല്ല, കേരളത്തിൽ നിങ്ങളൊന്നും പറയുമ്പോൾ BJP ഒന്നും അല്ലല്ലോ കേരളത്തിൽ ഭരിക്കുന്നത്. മാറി മാറി ഭരിച്ച സമയത്തും ഇവിടെ എന്തുണ്ട്? പോപ്പുലർ ഫ്രണ്ട് അല്ല BJP ഭരിക്കുന്നിടത്ത് കൊലപാതകം ഉണ്ടോ? അല്ല, സിമ്പിൾ അല്ലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിച്ച്, കോൺഗ്രസ് ഇവിടെ ഭരിച്ച സമയത്ത് എത്ര കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു? BJP ഭരിക്കുന്ന സമയത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൊലപാതകം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് അല്ല. അത് നിങ്ങളെ മാത്രം തെറ്റിദ്ധാരണ. ഇവിടെ ഇന്ദിരാഗാന്ധി ഭരിച്ച കാലം മുതലൊന്ന് നോക്കിയാലുണ്ടല്ലോ കോൺഗ്രസ് വെട്ടി തീർത്തോണം. അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ ഓക്കെ, അന്നത്തെ നിങ്ങൾ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞല്ലോ BJP രാജ്യം ഭരിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളം ഭരിക്കുക. ഇവര് തമ്മിൽ തന്നെ എത്ര കൊലപാതകം ഈ അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ എത്ര കൊലപാതകം നടന്നു? അതും രാജ്യം മൊത്തം ഭരിക്കുന്ന BJP ഭരിക്കുന്ന എണ്ണവും നോക്കിയാൽ കൂടുതൽ നിൽക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. അത് കഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടി, അത് കഴിഞ്ഞിട്ട് BJP ഉള്ളൂ. നിങ്ങൾ വെറുതെ കണക്ക് പറയരുത്. BJPയും ഭരിക്കുന്നത് ഇവിടെ 200 ചില്ലറ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. BJP അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചതും രാഷ്ട്രീയ കൊലപാതകമായിട്ട് എണ്ണിക്കൂട്ടരുത്. രണ്ടാമത്തെ ഒരു കേസ് അല്ല. നിങ്ങൾ ഫാക്ട് വെച്ച് പറയണം. വെറുതെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. അല്ല, അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. അത് നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചാണ്. അല്ല, നിങ്ങൾ പറയുന്നത് പോപ്പുലർ ഫണ്ട് ഇവിടെ എത്ര കേസ് ഉണ്ടാക്കി എന്നുള്ളത്. ആ പോപ്പുലർ ഫണ്ട് ഇവിടെ കേസ് ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയൂലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ RSS ഉണ്ടാക്കിയ കേസ് അറിയുന്നത്? നിങ്ങൾ ഒന്നേ കാണുന്നുള്ളൂ. എന്തുകൊണ്ട് പോപ്പുലർ ഫണ്ട് ഇവിടെ കൈവെട്ടി, ജോസഫ് മാഷ് കൈവെട്ടി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കില്ല. പച്ചക്കൊരു മനുഷ്യന്റെ കൈ അങ്ങ് വെട്ടിക്കൊണ്ടുപോയതല്ലേ? അംഗീകരിക്കാൻ പറ്റൂല. അല്ലേ? അപ്പൊ നിങ്ങളെ ചോദ്യം എന്താ അറിയോ? നിങ്ങളെ ചോദ്യം എന്താന്ന് വെച്ചാൽ എന്താണ്? ലളിതാണ്. ഈ പോപ്പുലർ ഫണ്ട് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നും RSS പിന്നെന്താ തെറ്റിദ്ധാരണ അല്ല. നിങ്ങൾ സംസാരിച്ചതാണ്. എങ്ങനാ പോപ്പുലർ ഫണ്ട് ഇവിടെ രാജ്യത്ത് എത്ര പ്രശ്നം ഇവിടെ അടുത്തുണ്ടായതാണ്, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചോദിച്ചു. അതിന്റെ ഉള്ളിൽ എന്താണ്? വിരലിൽ എണ്ണാവുന്നല്ല ഒരു കൊലപാതകം നടത്തിയാൽ പ്രശ്നം. നിങ്ങൾ എന്നാ തെളിവ് തരൂ. RSS നടത്തിയതിന്റെ നിങ്ങൾ ഇപ്പം തന്നെ ഓൺലൈനിൽ ഞാൻ ഉണ്ട്, വാട്സപ്പിലുണ്ട്. നിങ്ങൾ ഈ മൗദൂദികളെ ന്യൂസ് അല്ലല്ല നിങ്ങൾ എവിടുത്തതാണെങ്കിലും എടുത്ത് അയച്ചു തരും. മൗദൂദികൾക്ക് പറ്റൂല ന്യൂസ്. ഞാൻ അടുത്ത് പറ്റൂല അറിയോ? മൗദൂദികൾക്കൊന്നും പറ്റൂല. ഇന്ത്യയിലുള്ള പ്രധാന നിങ്ങൾ മറ്റുള്ള സംഘടനകൾ കൂട്ടി ചെയ്ത നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ. നിങ്ങളിത് ഈ അടുപ്പ് കുട്ടികളൊക്കെ പറയുന്നത് പോലെ ഒരു ഫാക്റ്റും ഇല്ലാതെ പറയരുത്. അല്ല ഞാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ 1000 കൊലപാതകം ചെയ്തെന്ന്. ഓക്കെ, നിങ്ങളൊരു 10 കൊലപാതകം ചെയ്തതിന്റെ ന്യൂസ് ഒന്നിക്ക് അയച്ചു തരൂ. ഇത് ചെയ്തതിന്റെ ഈ RSS കൊല ചെയ്തതിന്റെ ഈ ഉത്തരേന്ത്യയിലൊക്കെ പിന്നെ നിങ്ങൾ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയരുത് ദയവ് ചെയ്തിട്ട്. നിങ്ങൾ അതിന്റെ ന്യൂസ് അയച്ചു തരൂ. വെറുതെ സംസാരിക്കേണ്ട. നമ്മൾ എന്തിനാണ്? അല്ല, നിങ്ങൾ ഉത്തരേന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഒരു സംഘടന വിലക്ക് ഇടണോണ്ടോ? ഒരു ബീഫ് അല്ല സുഹൃത്തെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. സിമ്പിൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം മുമ്പോട്ട്. ഇവിടെ മധു എന്ന് പറഞ്ഞ വിശപ്പില്ലാണ്ട് ആൾക്കൂട്ടം ഇവിടെ തല്ലിക്കൊന്നിട്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ ഇവിടെ ഇട്ടോ? ഇല്ല. അല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ തലേക്ക് ആ പേരിട്ടോ? അത് കേസെടുത്തോ അല്ലേ? ഒന്നല്ല ചോദ്യം. ഇത് ഹലോ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കി ആദ്യം. ഈ മധുവിനെ തല്ലി കൊന്നുന്ന കേസ് പോലും എന്ത് ചെയ്തിട്ടില്ല, ഒരു സംഘടനന്റെ പേരിലേക്ക് കിട്ടിയില്ല. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവും? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞതിന് ശേഷം ഞാൻ പറയാനൊന്ന് സമ്മതിക്കൂ. ഇതുപോലെയുള്ള കൊലപാതകങ്ങളൊക്കെ കേരളത്തിൽ എന്താണ്
ആരെങ്കിലും ഒക്കെ കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ മാത്രം കേസ്. ഇതേപോലെ തന്നെ ഉത്തരേന്ത്യയിലോ വേറെ സ്ഥലങ്ങളിലോ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ള അജണ്ട സെറ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യൂ? ഒക്കെ RSS ആണ്, ഒക്കെ RSS ആണ്, ഒക്കെ RSS. അതെന്ത് വൃത്തികെട്ട ഏർപ്പാടാ. ഞാനൊന്ന് പറയട്ടെ, ഇനിയൊന്ന് പറയട്ടെ. നിങ്ങളൊരു മധുവിന്റെ കേസ് പറഞ്ഞു. ഒരു മധുവല്ല, ഇങ്ങനത്തെ 100 കേസ് ഉണ്ടായിട്ട് അവര് പ്രതികൾക്കെതിരെ കേസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അതിലൊരു തർക്കമില്ല. പക്ഷെ അവരെ ഒന്നും സംഘടന അടുക്കി പറഞ്ഞേക്ക്, ഇവരെ ഒന്നും സംഘടന ഏതാ പാർട്ടി ഏതാന്ന് പറഞ്ഞല്ല അവിടെ ന്യൂസ് വരിക. അതേസമയം ഉത്തരേന്ത്യയിൽ പറഞ്ഞേക്ക്, ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോക്കൂ അത് നേരെ പിടിച്ച് RSS ആന്ന് പറയാൻ അത് ഒന്നൊക്കെ ആരും ഓക്കെ. അത് ഇവിടെ ന്യൂസ് ആരാ? മൗദൂദികൾ. ഇവിടെ മൗദൂദികളല്ലേ ന്യൂസ് കൊടുക്കുന്നത്? പിന്നെ ഇവിടെ കേരളത്തിന്റെ പ്രമുഖ മാധ്യമങ്ങള് അല്ല അല്ല നിങ്ങളെ മനസ്സും ഞാൻ നല്ലോണം മനസ്സിലാക്കി. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ വളരെ നിഷ്പക്ഷനായിട്ട് നിങ്ങൾ ഒരുപോലെ കാണുകയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് ഇവിടെ എന്താ കേസ് ചോദിക്കോ? അല്ല, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ഇവിടെ എന്തുമാതിരി കേസ് ഉണ്ട് ചോദിക്കായിരുന്നോ? ഞാൻ എന്തിനു എതിർക്കണം? ഞാൻ അനുകൂലിക്കോ എന്നുള്ളതല്ല, ഞാൻ എന്തിനു എതിർക്കണം എന്നുള്ള ചോദ്യം. RSSന്റെ അജണ്ടകൾക്ക് അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്തിനാണ് RSSന്? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ നിങ്ങൾക്കില്ല. എനിക്ക് എന്തെങ്കിലും RSSനെ കൊണ്ട് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ എനിക്കില്ല. പിന്നെ ഞാൻ എന്തിന് എതിർക്കണം? എന്ത് മുസ്ലിം സമുദായത്തിന് എന്ത് എതിർപ്പാണ് പറഞ്ഞേ? മുസ്ലിം സമുദായത്തിന് നിങ്ങൾ പറയാൻ പറ്റുമോ? പറ്റും. എന്താ എതിർപ്പ് പറയും? സൃഷ്ടിച്ച നമ്മൾ ഇപ്പൊ നിങ്ങൾ നേരത്തെ പള്ളികൾ ബാങ്ക് കൊടുക്കുമ്പോ അവിടെ പോയിക്കാണ്ട് മൈക്ക് തട്ടിപ്പറിക്കണേ. ഇത് RSS അല്ലേ ചെയ്യുന്നത്? ഇത് RSS അല്ല ചെയ്യുന്നത്. അത് അറിയൂലേ? ആരാ ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസിയാണോ? അല്ല, RSS അല്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. കാരണം നമുക്കത് ന്യൂസ് നോക്കാൻ പറ്റൂ. 2 കുട്ടികൾ അടിച്ചു കൊന്നത് ആരാ വന്നത്? എങ്ങനെ ഡ്രസ് എടുക്കാൻ പോയ 2 കുട്ടികളെ അടിച്ചു കൊന്ന ആരാ? ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ച ന്യൂസാണ്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണം. അല്ല, എനിക്കറിയൂല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും RSS അല്ല എനിക്ക് 1000 വട്ടം ഉറപ്പ് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ആരാ ചെയ്യുന്നെന്ന് ഞാനല്ല അന്വേഷിക്കേണ്ടി. ബീഫിന്റെ പേരില് RSSും ബജ്രംഗദളും ബീഫിന്റെ പേരില് 50-ലേറെ കൊലപാതകം. ഓക്കെ, ഞാനൊരു കാര്യം അതെ, കേരളത്തിൽ നടക്കുന്നതൊക്കെ പ്രതികൾ എന്ന് പറയുന്ന വ്യക്തികളും ഉത്തരേന്ത്യയിൽ എന്ത് നടന്നാലും അതൊക്കെ RSS എന്ന് പറയുന്ന വൃത്തികെട്ട അജണ്ടയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടി. നിങ്ങൾ ഇവിടെ വ്യക്തികൾ തമ്മിൽ തന്നെ ന്യൂസ് വരും. ഇത് ഉത്തരേന്ത്യക്ക് എത്തുമ്പോ അവിടുത്തെ മതം നോക്കിയിട്ട് നിങ്ങൾ എന്ത് പറയും? അത് RSS ആണ്. അത് RSS ആണെന്ന് പറയുന്ന വൃത്തികെട്ട ഏർപ്പാടല്ലേ? അതെങ്ങനെ കേരളത്തിലെ അല്ല സുഹൃത്തെ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ നടക്കുന്നതൊക്കെ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഉത്തരേന്ത്യയിൽ നടക്കുന്ന മതം നോക്കിയിട്ട് ഇവിടെ വൃത്തികെട്ട രീതിയിൽ RSS ആണെന്ന് പറയുന്നു. എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? നിങ്ങൾ ഒന്നല്ല എത്രയും ചോദിച്ചോളൂ. ആയിക്കോട്ടെ, ഞാൻ നല്ല രീതിയിൽ തന്നെ ചോദിക്കാം. മണിപ്പൂരിലെ 1.5 വർഷത്തിലേറായി അവിടെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു അല്ലേ? ക്രിസ്ത്യാനികൾ മാത്രമല്ല. ഓക്കെ, പറഞ്ഞോളൂ. ക്രിസ്ത്യാനികളെ കൂടുതൽ ഇനി മറുപടി പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തരും. ഓക്കെ, നിങ്ങൾ എനിക്ക് മറുപടി പറയാൻ അവസരം തരികയാണെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ. അവര് മരണപ്പെടുന്നു. ഇന്ന് വരെ അതൊന്ന് അവിടെ പോയിട്ട് അവിടെ പോകണ്ട. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള ഒരു സമയമാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതൊന്ന് അടിച്ചമർത്താൻ കഴിയും. പറയട്ടെ, പറയുമ്പോ ഫുള്ള് കേൾക്കാൻ ഒരു സമാധാനം. ഒരു മിനിറ്റ് കൂടെ. എന്നിട്ട് ഇന്ന് വരെ അതൊന്ന് അടിച്ചമർത്താൻ കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ബലാത്സംഗം ചെയ്തു, സ്ത്രീകളെ നഗ്നരായിട്ട് നടത്തിക്കൊണ്ട്. എന്നിട്ട് പ്രധാനമന്ത്രി ഒരു അക്ഷരം ഇന്ന് വരെ മുണ്ടില്ല. അതിന് നിങ്ങൾ എന്തായിക്കോളും എന്ന് പറഞ്ഞു. പറയുന്നതിന് പ്രശ്നമുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ നിങ്ങളും സംസാരിക്കോ? ഓക്കെ, നമ്മളെ ഇന്ത്യൻ ഭരണഘടനയിൽ വരെ ഈ മണിപ്പൂരിൽ പ്രത്യേക നിയമമുള്ളത് നിങ്ങൾക്കറിയോ? ഉണ്ടായിരുന്നു നല്ല ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു കേക്ക്. ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ട് ഈ മണിപ്പൂരിൽ നിയമം ഉണ്ടായിരുന്നു. അത് ഭരണഘടന ഉണ്ടാകുന്ന കാലത്തും അതിനുശേഷമൊക്കെ അവിടേക്ക് പ്രത്യേകമായിട്ട് ഭരണഘടന ഉണ്ടാകാൻ തന്നെ നിയമങ്ങൾ ഉണ്ടാവാൻ തന്നെ കാരണമുള്ളത് അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ്. അവിടുത്തെ പ്രധാനമായിട്ടുള്ള 2 ഗോത്രങ്ങൾ തമ്മിൽ
തമ്മിലുള്ള വിഷയമാണ്, ഒരിക്കലും ക്രിസ്ത്യനോ ഹിന്ദുവോ മുസ്ലിമോ തമ്മിലുള്ള വിഷയമല്ല അവിടെ. ഈ ഞാൻ പറയുന്ന ഫുള്ള് കേൾക്കണേ, എന്നിട്ട് പറഞ്ഞോളൂ. ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമാണ്. ഇതിന് അവിടെ ഇന്ത്യൻ സൈന്യം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം നിങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ കരുതുന്നത് പോലെ എല്ലാരും വെടിവെച്ചതും കൊല്ലാൻ പറ്റൂല. രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ ഇത് പരമാവധി ഇടപെട്ട് തീർക്കുന്നത് ഇന്ത്യൻ സൈന്യമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സായുധ സംഘം ആയുധം വെച്ച് കീഴടങ്ങി. നമ്മുടെ മാധ്യമങ്ങൾ അതെന്ത് ചെയ്തിട്ടില്ല, അവിടെ ന്യൂസ് കൊടുത്തിട്ടില്ല. പക്ഷേ കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾ ആ ന്യൂസ് വന്നതും അവരുടെ ഫുട്ടേജുകൾ അവർ ആയുധം വെച്ച് കീഴടങ്ങുന്നതും സകലതും കാണാം. ഇത് കോൺഗ്രസിന്റെ കാലം മുതലേ അവിടെ ഇത് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മീഡിയാസ് എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ അജണ്ട, അവിടുത്തെ വിഷയം തീർക്കാനോ അവിടുത്തെ പ്രശ്നങ്ങൾ പറയാനോ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം അവിടെ കൃത്യമായിട്ട് പരമാവധി ഈ പൗരന്മാരെല്ലാരെയും കൊന്നു തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പരമാവധി അവിടെ പ്രശ്നങ്ങൾ തീർത്തോണ്ടിരിക്കാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇന്ത്യൻ സൈന്യത്തിന് അവിടെ പോയി എല്ലാരെയും കൊന്നാ പിന്നെ നമ്മുടെ രാജ്യത്തിന് പറ്റൂല. അവിടെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിഭാഗങ്ങളാണ് രണ്ട് ഭാഗത്തുള്ളത്. ഞങ്ങൾ കൊല്ലപ്പെട്ട പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് സൈന്യം ഇറങ്ങി നിൽക്കുമ്പോ ആ സൈന്യത്തിന് എല്ലാരെയും കൊല്ലാനൊന്നും പറ്റൂല. നടുക്ക് നിന്ന് പരമാവധി അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഞാൻ പറയാം. ഇത് ഈ കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യം, കേരള പോലീസ് അല്ല അങ്ങോട്ട് പോയത്, മണിപ്പൂർ പോലീസ് അല്ല, സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ കൈകാര്യം ചെയ്യലുകൾ കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും രീതിയിൽ അവിടെ ഒരു മാറ്റമുള്ളത്. ഇത് കോൺഗ്രസോ അല്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടായ കാലത്ത് ഈ നിയമം ഉണ്ടായത് അന്ന് തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇന്ന് ഇത് മോദിന്റെ കാലാവേണ്ടി വന്നതൊന്ന് തീർക്കാന്. അവിടെയും മതം നോക്കിയിട്ട് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയത്തില് മതം നോക്കിയിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നവരല്ലേ ചെറ്റകള് എന്ന് പറയുന്നത്. നമ്മള് പറയുന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ തന്നെയാണ്. ഓക്കെ, മതങ്ങൾ തമ്മിൽ അവിടെ RSS അല്ല, അവിടെ RSS എന്ന് പറഞ്ഞ ആളുകൾ രംഗത്തുണ്ട്. ആണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ട് അനുകൂലിയല്ലേ? അത് നമ്മൾ ഇല്ല, ഒഴിവാക്കണ്ട. അതിനില്ലാത്ത നിങ്ങൾ ഒഴിവാക്കണ്ട. അതില്ല അവിടെ. അവിടെ ഗോത്രങ്ങൾ തമ്മിൽ മാത്രം വിഷയം ഇല്ല തന്നെ കൂട്ടാ. RSS ഇല്ല അവിടെ. രണ്ട് ട്രൈബിന് രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മരിക്കുന്നത് നമ്മളെ ഇന്ത്യയിലുള്ള ആളുകളല്ലേ? അല്ലേ? ഇന്ത്യയിലുള്ള ആരായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനും മനുഷ്യരല്ലേ? അവിടെ നിന്ന് ഇടപെടാൻ മോഡി ഇടപെടുന്നുണ്ട്. എന്താണ് ഇടപെടുന്നത്? ഇന്ത്യൻ സൈന്യാണ് കാര്യങ്ങൾ കൈകാര്യം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ സൈന്യമാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഭാഗത്തും മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സമൂഹം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സിമ്പിൾ നമ്മളെ കയ്യിൽ നമ്മളെ യന്ത്ര തോക്കും സംവിധാനവും വലിയ സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഇടയിലുണ്ട്. പക്ഷെ ഇതുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോ ഞങ്ങൾ മരിക്കാൻ തയ്യാറായി വരുന്നോണം ഒന്നെങ്കിൽ കൊല്ലണം. അത് കൊല്ലാണ്ട് നിൽക്കുകയാണ് ഇപ്പോ. മനസ്സിലായോ? ഞാൻ ഇനിയൊരു കാര്യം, അവിടെ ഫസ്റ്റ് കലാപം നടന്നത് 1 വർഷം മുമ്പ് നടന്നെന്ന്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസ് സ്റ്റേഷൻ ആയിരക്കണക്കിന് തോക്കുകളും വെടിക്കോപ്പുകളും കൊണ്ടുപോയിട്ട് അത് ഇന്ന് വരെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ചരിത്രം നമ്മളൊക്കെ TV-യിൽ കണ്ടതാണത്. അത് ഈ സർക്കാരിനെ കൊണ്ട് മണിപ്പൂർ BJP സർക്കാർ ഭരിക്കുന്ന സർക്കാർ ഇന്ന് വരെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇത് BJP സർക്കാർ ഉണ്ടാക്കിയ പ്രശ്നമല്ല, കോൺഗ്രസിന്റെ കാലം മുതലേ ഉള്ള കൃത്യമായ പ്രശ്നങ്ങളാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു നിയമം അവിടേക്ക് പ്രത്യേകമായിട്ട് അവിടെ ആ പ്രശ്നങ്ങൾ ഒന്നും അടക്കാതെ അവിടെ നോക്കാതിരുന്ന് അവിടെ ഒരു പ്രശ്നം കലാപം പൊട്ടി പുറപ്പെടുമ്പോ നമ്മുടെ സൈന്യത്തിന് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിവിടെ നിങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ സൈന്യം ഇറങ്ങിയിട്ട് തലങ്ങും വെലങ്ങും എല്ലാത്തിനെയും തീർത്താല് ഇതേ നിങ്ങൾ പറയൂലേ ഇന്ത്യൻ സൈന്യവും അല്ല, നിങ്ങൾ തന്നെ പറയൂലേ അമിത്ഷാ തന്നെ എല്ലാരെയും കൊന്നെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പ്രകടനമായിട്ട് ഇറങ്ങൂലേ? അപ്പൊ അതല്ല ഇത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ സൈന്യമല്ല അവിടെ കാര്യം അല്ല, ഇന്ത്യൻ സൈന്യമല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യം അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ.
നിങ്ങൾക്ക് മോദിയെ സന്ദർശിക്കാന്ന് പറയാൻ നിങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യ. നിങ്ങൾക്ക് അവിടുത്തെ പ്രശ്നമല്ല തീർക്കേണ്ടി. നിങ്ങൾക്ക് അവിടെ മോദി സന്ദർശിച്ചില്ല എന്നുള്ള രാഷ്ട്രീയ ആരോപണ. അല്ലല്ല, നിങ്ങൾ ഈ വിഷയം ഉയർത്തുന്നത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങൾ രാഷ്ട്രീയ ആരോപണം മാത്രം നടത്തുന്നത്. അവിടുത്തെ വിഷയം തീർക്കാനല്ല നിങ്ങളോട് സംസാരിക്കുന്നപ്പോ. നിങ്ങളിപ്പോ രാഷ്ട്രീയമായിട്ട് ഇവിടെയുള്ള പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് മണിപ്പൂർ വിഷയം അല്ല, നിങ്ങൾക്ക് മണിപ്പൂർ വിഷയം തീരെയല്ല വേണ്ടി. നിങ്ങൾക്ക് മണിപ്പൂർ വിഷയം തീരെയല്ല വേണ്ടി. നിങ്ങൾക്ക് മോദി അവിടെ വരാത്തതിന്റെ പ്രശ്നം അറിയേണ്ടി. അല്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ അറിയോ, നിങ്ങൾ എന്നോട് മണിപ്പൂർ വിഷയം തീർക്കുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. മോദി അവിടെ എത്താത്തതിന്റെ പ്രശ്നം പറയുന്നത്. ഈ മോദി എത്തണം എന്ന് പറയുന്നത് എന്താണ്? പ്രതിപക്ഷ ആരോപണല്ലേ. 2 MP പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ച കേട്ടങ്ങള് പാർലമെന്റിൽ 2 MP ഒരു എംപിന്റെ പേരും കൊണ്ട് ഇന്ന് വരെ മോഡി അവിടെ പേരും കൊണ്ട് പറയൂ. എംപിന്റെ പേര് പറയൂ. പേര് എനിക്ക് ഓർമ്മയില്ല. പേര് ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് നടന്നാലും അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മണിപ്പൂരിൽ നിങ്ങളിപ്പോ നിങ്ങൾ സമ്മതിച്ചല്ലോ, അവിടെ ഏതായാലും RSS അല്ല BJP അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, അവിടെ ഗോത്രങ്ങൾ തമ്മിലാണെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ച്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് തീർക്കാത്തതാണ് നിങ്ങളെ പ്രശ്നം. ഇന്ത്യൻ സൈന്യം അവർക്കാവുന്നത് പോലെ പരമാവധി ശ്രമിക്കേണ്ടത്. ഇതേ ഇന്ത്യൻ സൈന്യം 2 ഭാഗത്തേക്കും തലങ്ങും വിലങ്ങും വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഇതേ നിങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പ്രകടനം വിളിക്കൂ. ഇതൊക്കെ ഈ രാജ്യത്തെ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം. പരമാവധി പെട്ടെന്ന് അവിടുത്തെ വിഷയങ്ങൾ തീർക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ തീർക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് വരെ അവിടെ എങ്ങനാ അവിടുത്തെ സ്ഥിതിഗതികൾ നിങ്ങൾ കണ്ടിക്കോ? നിങ്ങൾ ആ കൊല്ലങ്ങൾ കോൺഗ്രസ് സർക്കാർ അക്കോലത്തിലാക്കി വെച്ചാണ് ഇവിടെ BJP സർക്കാർ തീർക്കുന്നത്. കോൺഗ്രസ് അല്ല. നിങ്ങൾ പറയുന്ന വാദങ്ങളൊക്കെ എന്താണ് പ്രശ്നം അറിയോ? നിങ്ങൾ പറയുന്നു എനിക്കൊരു സംഘടന ഇല്ല, പാർട്ടി ഇല്ല, നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ ലളിതമായിട്ട് എന്നോട് ഇതേ ചോദിക്കാവൂ, ആ പ്രശ്നം എന്താ തീരാത്തത്? അതിന്റെ ഉത്തരാണ് ഇന്ത്യൻ സൈന്യം അവിടെ എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് മോദിയാണ്. അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ലേ? അല്ല, ഇവിടെ ഇന്ത്യൻ സൈന്യല്ലേ ഒരു കലാപം നടക്കുന്നിടത്ത് പോയി നിയന്ത്രിക്കേണ്ടി. ഈ ഇന്ത്യൻ അല്ല അല്ല അത് ആരാണ് പറയുന്നത്? നിങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയരുത്. ഏത് BJP കാരൻ അങ്ങനെ പറയുന്നത്? ഏത് BJP നേതാവ് പറയുന്നത്? ഏത് BJP കാരൻ? നിങ്ങൾ വായു നെടുത്ത് വെറുതെ എന്തോ പറയരുത്. ആര് പറയുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഇന്ത്യൻ സൈന്യം അവിടെ എത്തി, അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഇതൊക്കെ ഫാക്റ്റാണ്. നിങ്ങൾക്ക് അതിന് തെളിവ് ഞാൻ തരാം. പിന്നെന്താ പ്രശ്നം? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഇത് തലങ്ങും വെലങ്ങും വെടിവെച്ച് കഴിഞ്ഞാൽ ഇതേ ആളുകൾ രംഗത്തിറങ്ങിയിട്ട് പറയൂലേ. പിന്നെ പരമാവധി ഇന്ത്യൻ സൈന്യം ഇറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും. നിങ്ങളോടൊരു കാര്യം ഇന്ത്യൻ രാജ്യത്തിന് ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള നമ്മളിൽപ്പെട്ട സൈനികർ, നമ്മുടെ രാജ്യഭടന്മാര് പോയിട്ട് ഈ മണിപ്പൂരിൽ എത്തിയിട്ട് ഇവർ ഈ കലാപം നോക്കിയൊന്നും നിൽക്കൂല എന്നുള്ളൊരു ബോധം നിങ്ങൾക്കില്ലേ? 100% കാര്യല്ലേ? അപ്പൊ അവരത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ സ്ഥിതിഗതികൾ പരമാവധി അവർ നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, മണിപ്പൂരാന്ന് കേട്ടോ. അത് പറഞ്ഞിട്ട് നമ്മള് കുറെ സമയങ്ങൾ ഇന്നലെ 2 ദിവസമായിട്ട് നമ്മളെ കേരളത്തിൽ നടന്നത് എന്താ? VHPന്റെ ആളുകള് ഈ പിന്നെ ഇന്നലെ മറ്റേ ഇതല്ല ക്രിസ്മസിന്റെ ഇതിൽ പോയിക്കാണ്ട് കച്ചറുണ്ടാക്കിയ സ്കൂളില്. എന്താ പ്രശ്നം? അതൊന്ന് പറഞ്ഞ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ പറയുന്ന വിഷയം എന്താ? പാലക്കാട് ഒരു സ്കൂളില് കുട്ടികൾ ജാഥ നടത്തിയപ്പോൾ ഇവർ ചെന്നിട്ട് ഇടപെട്ട് സംസാരിച്ചു. അത് ഇവിടുത്തെ എല്ലാ ലീഡേഴ്സും ഒരേപോലെ തള്ളിക്കളഞ്ഞ വിഷയമാണല്ലോ. പിന്നെന്താ പ്രശ്നം? ആരും അംഗീകരിക്കും. BJPയും കോൺഗ്രസും CPM ആരും അതിനെ അനുകൂലിച്ചില്ലല്ലോ. ആരെങ്കിലും അനുകൂലിച്ചാൽ നമ്മൾ അനുകൂലിക്കേണ്ട ഒരു മതത്തിന്റെ പ്രോഗ്രാം ആരനുകൂലിച്ചാൽ ആരാണ് ചെയ്യുന്നത്? ന്യൂനപക്ഷങ്ങളോടുള്ള ഇത് കാണിക്കുന്നത് ആരാണ് എന്നുള്ളത് ആ സംഘടനകളൊക്കെ, ആ പറയുന്ന സംഘടനകളൊക്കെ പറഞ്ഞ അവരല്ല, അതാരോ ആണ് പുറത്തു പോയതാണെന്നല്ലേ BJP പ്രസിഡന്റ് പറയുന്നത്. VHPന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആണെന്ന്. ഈ BJP സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞത്? എന്താ അത് അംഗീകരിക്കാൻ പറ്റൂലല്ലേ? BJPന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞത്?
അംഗീകരിക്കാൻ പറ്റൂല അല്ലേ? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അംഗീകരിക്കാൻ പറ്റൂല, അത് CPM-ന്റെ പ്രസിഡന്റ് തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കായിട്ട് എന്തെങ്കിലും അനുകൂലമുണ്ട്? എനിക്ക് ഒരു അനുകൂലമില്ല. ഇത് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര ധൈര്യം വരുന്നത്? അത് ഈ വ്യക്തികളോട് ചോദിക്കണം. അത് എന്നോട് ചോദിച്ച ഫസലാണോ ആ വ്യക്തി? അല്ല, ഫസലാണോ വ്യക്തി? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഇപ്പൊ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനെ അനുകൂലിച്ചാലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് എന്നോട് എതിര്. ഞാൻ നിങ്ങളെ പോലെ തന്നെ എതിർക്കുന്നത്. ഞാൻ എന്താ അറിയോ, ഞാൻ ഒരു കാര്യോ, ഞാൻ നിങ്ങളെ പോലെ തന്നെ അതിനെ അനുകൂലിക്കുന്നില്ല. പിന്നെന്താ പ്രശ്നം? ഞാനതാ ചോദിക്കുന്നത്. നിങ്ങൾ ആ പാർട്ടിനെയും അവരുടെ ഇല്ല, ഞാനെന്തിന് ആര് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നോ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നോ? ഞാൻ കണ്ടാളെ നിങ്ങൾ ഓരോരോ ന്യൂസിലും ഓക്കെ, നിങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പലതും എന്നോട് വിളിച്ച് ഞാനൊന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം ഒരൊറ്റ കാര്യം അങ്ങോട്ട് പറഞ്ഞ, നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്താണെന്നോ എനിക്കറിയില്ല. കാരണം നിങ്ങൾ എന്നെ ആദ്യമായിട്ട് ഫോൺ വിളിക്കുകയാണ്. ഞാൻ പറയട്ടെ നിങ്ങൾ ആരാണെന്നോ ഏതാണെന്നോ ഒന്നും നിങ്ങൾ ഓക്കെ ഞാൻ പറയട്ടെ. ഓക്കെ, അതൊക്കെ നാളെ നടക്കുന്ന കാര്യമല്ലേ. ഞാൻ ഇന്നത്തെ കാര്യം പറയുന്നത്. നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്താ ഒന്നും എനിക്കറിയൂല. അപ്പൊ പക്ഷെ നിങ്ങളുടെ സംസാരത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അല്ല ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. നിങ്ങൾ കൃത്യമായിട്ട് എന്നോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഏകദേശം മനസ്സിലാക്കിയെങ്കിലും പിന്നെ ഓക്കെ ഞാൻ പറയട്ടെ ബാക്കി പറയട്ടെ. എങ്ങനെ അംഗീകരിക്കുന്നില്ല? അവർ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അവരെ അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ അവർ ചെയ്തതിന്റെ 100 ഇരട്ടി ഇന്നിവിടെ ഓക്കെ. ആ ഉത്തരം വരുമ്പോഴാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് അനുകൂലിയാന്ന് ബോധമുള്ളവർ പറയാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ അത് പിന്നെ എന്ത് പറയണോ? അതെന്ത് പറയണോ? ഇത് ഈ രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടനയും ഈ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയും ഒരുപോലെ കാണുന്ന എങ്ങനെ? നിങ്ങൾ പറഞ്ഞതിലൊരു ഫാൾട്ട് ഉണ്ട്. ഈ പോപ്പുലർ ഫണ്ട് ചെയ്തതിനേക്കാളും 100 ഇരട്ടി മറ്റോര് തെറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു തെറ്റല്ലേ? അതെങ്ങനെ രാജ്യത്ത് നിരോധിച്ചൊരു സംഘടനയാണ് പോപ്പുലർ ഫണ്ട് അല്ലേ? ഈ രാജ്യത്ത് നിരോധിക്കാത്തൊരു സംഘടന അല്ല RSS. രാജ്യത്ത് നിലവിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടന ആണോ അല്ലേ? ഈ സംഘടനയിലുള്ളവരല്ല പ്രധാനമന്ത്രിയും ഇവിടെ ഉള്ള എല്ലാ സംവിധാനവും. ഈ RSSകാരല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാ സംവിധാനവും അല്ലേ? ഇനി നിങ്ങളല്ല ചോദിക്കേണ്ടത്. നിങ്ങളല്ല, ഈ RSSന്റെ നിയന്ത്രിക്കുന്നവരല്ലേ? RSSന്റെ ആളുകളല്ലേ പ്രധാനമന്ത്രി ആണോ അല്ലേ? ഇവിടെ ഉള്ള എല്ലാ സംവിധാനം അങ്ങനെ തന്നെ അല്ലേ? എന്നിട്ട് നിങ്ങൾ സമാധാനത്തിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പള്ളിയിൽ പോയില്ലെന്ന് പോയിട്ടുണ്ടോ? വ്യക്തിപരമായ കാര്യമാണ്, താല്പര്യം പറഞ്ഞത്. പള്ളിയിൽ പോയിട്ടുണ്ടോ അല്ലേ രാവിലെ? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സുബിക്ക് പള്ളിയിൽ പോയിക്കുന്നോ അല്ലേ? സുഹൃത്തിന് പള്ളിയിൽ പോയിക്കുന്നോ അല്ലേ? പോയില്ലേ? ഈ RSSന്റെ നരേന്ദ്രമോദി ഭരിച്ച ഈ രാജ്യത്ത് നിങ്ങൾക്ക് പള്ളിയിൽ പോകാനും വരാനും എല്ലാം പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് എന്നാ പറയുന്നത്? ഞാൻ ചോദിക്കണതല്ല. അല്ല എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമാണ്. നിങ്ങൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കാട്ടിയും 100 ഇരട്ടി മോശമാണ് RSS എന്ന് അല്ലേ? 100% ശരിയാണ്. ശരിയാന്ന് പറയുന്ന ആകുമ്പോഴാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് അനുകൂലിയാന്ന് നമ്മൾ പറയേണ്ടി വരിക. ഞാൻ പിന്നെ പറഞ്ഞ ഒരാള് നമ്മള് ശരിയല്ല എന്ന് പറഞ്ഞ ശരിയല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ അനുകൂലിക്കുന്നു? ഞാൻ എന്തിനെതിർക്കണം? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സംഘടന ഞാൻ എന്തിനെതിർക്കണം? 5 സെക്കൻഡ് 5 നിങ്ങൾക്ക് 5 മിനിറ്റ് തരാം. അതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ കേൾക്കുക. അതായത് എനിക്കോ നിങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും ചെയ്യാത്ത RSS ഞാനും നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾ മുസ്ലിം ആണോ അല്ലേ? നിങ്ങൾ മുസ്ലിം ആണോ അല്ലേ? ഞാനും മുസ്ലിമാണ്. എനിക്കും നിങ്ങൾക്കും പ്രശ്നമില്ലാത്തൊരു വിഷയത്തില് നമുക്കെല്ലാവർക്കും പ്രശ്നം. പള്ളിക്കൽ നോക്കി ഏത് പള്ളിക്കല് ഒരു പള്ളിക്കൽ ഒരു വേഷം ധരിച്ചിട്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഉള്ളതൊക്കെ വ്യക്തികൾ ചെയ്തതും കേരളത്തിൽ എന്ത് നടന്നാലും വ്യക്തികൾ ചെയ്തതും ഉത്തരേന്ത്യയിൽ എന്ത് ചെയ്താലും RSS എന്ന് പറയുന്ന ഒരു ചെറ്റത്തരല്ലേ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ പള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യോ? ഇവിടെ നല്ല ഒരു RSSകാരൻ രാജ്യത്ത് എവിടെയും ചെയ്യൂല. ഈ രാജ്യത്തുള്ള ഒരു RSSകാരനും ഒരു മതത്തിനെതിരെ ഒന്നും ചെയ്യൂല.
അതുകൊണ്ടല്ലേ ഈ രാജ്യം ഭരിക്കുന്നവര് നല്ല രീതിക്ക് രാജ്യം കൊണ്ടുപോകുന്നത്. കീഴിലുള്ള 4-5 സംഘടനകളാണ് ഇപ്പൊ ഉത്തരേന്ത്യയിൽ ആ പള്ളിന്റെ പ്രശ്നം. പള്ളിന്റെ അടിയിൽ ഞാൻ നിങ്ങളോട് അല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിയമമുണ്ട്. എങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? എന്ത് നിയമം? ഈ നാട്ടിലുള്ള നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആരാധനകളും, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലുള്ള എല്ലാ ആരാധനകളും അതേപടി നിലനിർത്തണം. പക്ഷെ ബാബരി മസ്ജിദ് മാത്രം അതിൽ പെടൂല എന്നൊരു നിയമം ഇവിടെ സുപ്രീം കോടതി പുറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് ഇപ്പൊ പള്ളിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? മാന്താൻ അനുമതി കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടോണ. മാന്താൻ എങ്ങനെ പറയാ? നിങ്ങളെ വീട്ടിൽ നടക്കുന്ന സർവേ എന്ന് പറഞ്ഞാൽ എന്താ മാന്തലാണോ? സർവേ എന്തിനാണ്? അല്ല, സർവേ എന്ന് പറഞ്ഞാൽ മാന്തലാണോ? അല്ലേ, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ. സർവേ മാന്തലാണോ? ഈ പറയുന്ന മാന്തലാണോ? സർവേ എന്തിനാ കൊടുക്കുന്നത്? എന്താണ് സർവേ പറയുന്നത്? ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞ വിഷയം ഞാൻ മുന്നോട്ട് വെക്കാം. ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. RSSന്റെ മെയിൻ ആയിട്ടുള്ള ആള് പോലും എന്താ പറഞ്ഞെന്നറിയോ? ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയട്ടെ, അതല്ല ഇനി സംഭാൽ വിഷയത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് ഇത് തങ്ങളുടെ ആരാധനാലയാണെന്ന് തോന്നിയിട്ട് അവര് പോയിട്ട് ആ പള്ളി പൊളിക്കാൻ പോയതല്ല, നേരെ ഇന്ത്യൻ നിയമപ്രകാരമുള്ള കോടതി പോയതാണോ? കോടതി പോയിട്ട് കോടതിയാണോ പറയുന്നത് പോയിട്ട് സർവേ നടത്താന്ന്? ആണോ? ആ കോടതി അടുക്കി പറഞ്ഞേക്ക്. ആ കോടതി സർവേ നടത്തുന്നത് തടയുന്ന അല്ലേ ഇന്ത്യൻ നിയമപ്രകാരം പ്രശ്നം? ആ സർവേ നടക്കട്ടെ എന്നുള്ളല്ലേ? എങ്ങനെ 5 ആളെങ്ങനെയാണ് മരിച്ചത്? എങ്ങനെ ഈ സൈന്യത്തിൽ അവിടെ ഉള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരോട് അടികൂടി തല്ലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി? അടികൂടി സൈന്യത്തിന് ഉത്തരവ് കിട്ടാതെ, അതായത് പോലീസിന് കളക്ടർ ഉത്തരവ് കിട്ടാതെ എങ്ങനെയാണ് ഇവരെ? എങ്ങനെ അവിടെ സംഘർഷിത ഭരിതാക്കില്ലേ? അല്ല, കൊളാക്കില്ലേ? അല്ല സുഹൃത്തെ, ഒരു കാര്യം ചോദിക്കട്ടെ. സംഭാൽ വിഷയമല്ല. ഈ രാജ്യത്ത് നിയമപരമായിട്ട് നിങ്ങൾക്കോ എനിക്കോ ആർക്കും ഇവിടെ കോടതിയെ സമീപിക്കാം. ഏത് വിഷയത്തിനും കോടതിയെ സമീപിക്കാം. അതുപോലെ ആ വ്യക്തി കോടതിയെ സമീപിച്ചു. ആ കോടതി പ്രകാരം വന്ന സംവിധാനത്തെ തടഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാപരമായിട്ട് എതിരാണ്. ആ ഭരണഘടനക്കെതിരെ നിന്ന ആളുകളോടാണ് സുരക്ഷാ ഭടന്മാര് പ്രശ്നം ഉണ്ടായത് അവിടെ, അല്ലേ? അല്ലാണ്ട് അവിടെ ഉള്ള ഏതെങ്കിലും ആരെങ്കിലും പൊളിക്കാൻ വന്നാണോ? അല്ല, ഇന്ത്യൻ ഭരണഘടന നിയമം നടപ്പിലാക്കാൻ വന്നവരെ തടഞ്ഞിട്ടാണ് അവിടെ പ്രശ്നം. പറഞ്ഞ സുപ്രീം കോടതി ഭരണഘടനക്ക് കീഴിലല്ലേ? അല്ലേ? സുപ്രീം കോടതി ഭരണഘടനക്ക് കീഴിലല്ലേ? അന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പള്ളിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് വരാൻ പാടില്ല. സുഹൃത്തെ, ഒരു കാര്യം നിങ്ങൾ ഇവര് പള്ളി പൊളിക്കാൻ വന്നല്ല, ഇതേ കോടതിയിലേക്ക് പരാതിയായിട്ട് പോയതല്ലേ? കോടതിയിൽ അല്ല നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് അവകാശം തോന്നിയാൽ പോയിട്ട് പരാതി പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടോ? അത് ചെയ്യരുതെന്ന് സുപ്രീം കോടതി. ചെയ്യരുത് ആര് പറഞ്ഞു? അത് നിങ്ങളെ തെറ്റിദ്ധാരണ മാത്രാണ്. ഈ രാജ്യത്ത് ഏതൊരു പൗരനും അവകാശം തോന്നിയാൽ പരാതി കൊടുത്താൽ ആ പരാതി അനുസരിച്ച് കോടതി കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഇവിടെ എന്താ പ്രശ്നം? ആരാധനത്തിന്റെ പേരിലല്ല. അത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. നിങ്ങളെ ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടുള്ള നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ ഉള്ള ഏത് സ്ഥാപനത്തിനോടാണെങ്കിലും ആർക്ക് അവകാശം തോന്നിയാലും അവിടെ പോയി അടി ഉണ്ടാക്കുന്നതാണ് ഭരണഘടനാപരമായി തെറ്റ്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ 91 നിയമമുണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണോ? ഒരൊറ്റ കാര്യം നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിച്ചത്. ഞാൻ അതിന് മറുപടി അറിയാനും ഒരു കാര്യം. ഈ വഖഫ് ബോർഡിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അല്ലേ?
വഖഫ് ബോർഡ് ഞാൻ അനുകൂലിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് തോന്നിയതൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമില്ലല്ലോ. തോന്നുന്നതാണോ പറഞ്ഞിട്ടുള്ളത്? പിന്നെ മുനമ്പ വിഷയം എന്താ തോന്നല്ലേ? അവർക്ക് തോന്നുന്ന പോലെ പൈസ കൊടുത്ത് ഉളുപ്പില്ലാണ്ട് വാങ്ങിയല്ലേ? കേരള ഹൈക്കോടതിന്റെ എന്ത് പൈസക്ക് വിറ്റിട്ട് ഫറൂഖ് കോളേജ് പൈസക്ക് വിറ്റിട്ട് ആ വിറ്റത് എന്ത് പറയുന്നറിയോ? ഈ അപ്പി നിന്നാല് പറയൂ. അതുപോലെ പോയിട്ടല്ലേ മുനമ്പത്തിൽ അവകാശം ഉന്നയിച്ച്? അത് നിങ്ങൾ പറഞ്ഞത് തെറ്റ്. നിങ്ങൾ പറഞ്ഞ വാക്ക് അംഗീകരിക്കാം. ഫറൂഖ് കോളേജ് എന്ത് ചെയ്തു? അത് വിറ്റു. അത് വിറ്റത് ആർക്കാ? കുറെ പാവപ്പെട്ട ആളുകൾക്ക്. ഇവർക്കിത് അറിയില്ല വഖഫ് എന്താണെന്ന് അറിയില്ല. ഓലെ പൈസ വാങ്ങിയൊക്കെ ചെയ്ത് കുറഞ്ഞ പൈസ കിട്ടിയ പൈസ ചെയ്തു. പക്ഷെ അവിടെ വലിയ വലിയ മുതലാളിമാർ റിസോർട്ട് പൈസ കൊടുത്തന്നല്ലേ വാങ്ങുന്നത്. ഈ രാജ്യത്ത് ഓല് വിറ്റിട്ട് പൈസ കൊടുത്ത പൈസക്കാരനോ പാവപ്പെട്ടവരോന്നുള്ള പ്രശ്നമുണ്ടോ? അവിടെ തെറ്റുകാർ ആരാ പറയും? അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെയുള്ള കോടീശ്വരനായാലും പാവപ്പെട്ടവനായാലും മിഡിൽ ക്ലാസ് ആയാലും എല്ലാവർക്കും ഒരേപോലെ അല്ലേ? ഓല് വിറ്റിട്ട് പൈസ കൊടുത്തല്ലേ ഓല് വാങ്ങി അല്ലേ? അല്ല ഓല് പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിയത്? പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങി? അതാ ചോദ്യോ. ഈ ക്യാഷാരി പറയുന്ന പോലെ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങി? ഞാൻ ചോദിക്കട്ടെ? അല്ല നിങ്ങൾ ചോദിക്കേണ്ട, ഉത്തരം പറയും. അല്ല നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾ ഈ ക്യാഷിയാർ ആണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും പണം കൊടുത്തന്നല്ലേ ഫറൂഖ് കോളേജോട് ഈ സ്ഥലം വാങ്ങി? അപ്പൊ ചെറ്റത്തരല്ലേ വഖഫ് ചെയ്ത്? ആപ്പറല്ലേ വഖഫ് ചെയ്ത്? ഇനി ഞാൻ ചോദിക്കട്ടെ, അല്ല വഖഫ് ചെയ്യാൻ പിന്നെ വഖഫിനെ നിങ്ങൾ എങ്ങനെ അനുകൂലിക്കുക? അതായത് അവര് ചെയ്ത് തെറ്റത്തരം. പിന്നെ എങ്ങനെ നിങ്ങൾ വഖഫിനെ അനുകൂലിക്കുക? നിങ്ങൾ എങ്ങനെ പിന്നെ വഖഫിനെ അനുകൂലിക്കുക? നിങ്ങൾ എങ്ങനെയാണ് വഖഫിനെ പിന്നെ അനുകൂലിക്കുക? അല്ല അനുകൂലിക്കല്ല, ഞാൻ ചോദിക്കട്ടെ. ഈ വഖഫ് നിങ്ങൾ മനസ്സിലാക്കണം. വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ അവിടെ അപ്പുറമുള്ള ആരാണോ അവര് പെട്ടതാ. അതേസമയം സമ്പാൽ പള്ളിയല്ല. ഇതുപോലെ ഏത് വിഷയത്തില് പെട്ട ആളുകളുണ്ട്. ഇവിടെ 10,000-കണക്കിന് ആളുകളുണ്ട് വഖഫിനെ കൊണ്ട് ശല്യം കാരണം ബുദ്ധിമുട്ടുന്നോല്. 10,000-കണക്കിന് ആളുകള്. മനസ്സിലായോ? ഞാൻ ഓരോ ലളിതായിട്ട് ഒരു ചോദ്യം. വഖഫ് ബോർഡിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടി ഇത്രയും കാലമായിട്ട്? എനിക്ക് ജീവിതത്തിൽ ഒന്നും കിട്ടിയില്ല. അല്ലല്ല, നിങ്ങൾ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സാധാരണക്കാരായ മുസ്ലിം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വഖഫ് ബോർഡിനെ കൊണ്ട് ഈ ജീവിതത്തിൽ ഇന്നേ വരെ ആയിട്ട് എന്ത് ഉപകാരം ഉണ്ടായത്? പാവങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. ഓക്കെ ഏത് പാവങ്ങൾക്ക്? ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഏത് പാവങ്ങൾക്ക് ഇതുണ്ടായി? തിരൂരങ്ങാടി നിൽക്കുന്ന ഞാൻ സ്ഥലത്ത്, തിരൂരങ്ങാടി എന്ന സ്ഥലം നിങ്ങൾക്ക് അറിയില്ലോ, പേര് കേട്ട സ്ഥലമാണ്. അവിടെ വഖഫ് ബോർഡ് വഖഫ് ഭൂമി എന്റെ വീടിന്റെ അടുത്തുണ്ട്. അവിടെ പാവങ്ങൾ പഠിക്കാനും മദ്രസ സ്കൂളൊക്കെ ഉണ്ട്. അവരെ രീതിയിലാണ് പൈസ കൊടുക്കാതെ പഠിക്കുന്നത് പാവങ്ങള്. ആ ഭൂമി വിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു സംഗതി ഞാൻ അവിടെ ചോദിക്കട്ടെ, പഠിക്കാണ്. ഓക്കെ, ഞാനൊരു പറയട്ടെ. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഓക്കെ, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ എതിർക്കില്ല. കാരണം എനിക്ക് അത് അറിയൂല. അതങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി. ഞാനൊരു കാര്യം പറഞ്ഞാ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി, ഞാനുള്ള നാട്, ഇതൊക്കെ ഒരു സാധാരണ കുടുംബങ്ങളുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ സാധാരണ കുടുംബം ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ സാധാരണക്കാരുണ്ട്. ഇവർക്കൊന്നും ഇന്നേ വരെ ആയിട്ട് ഈ വഖഫ് ബോർഡിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. ഈ വഖഫ് ബോർഡിനാണെങ്കിൽ ഇന്ത്യൻ നേവി, ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാലും എങ്ങനെ വഖഫ് ബോർഡിനെ കൊണ്ടോ? വഖഫ് ബോർഡിനെ കൊണ്ടുള്ള ഉപദ്രവമല്ല ഈ പറയുന്ന മുനമ്പം വിഷയത്തെ ആൾക്കാർ കരഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കുടുംബത്തിലോ എനിക്ക് ഏതൊരു സാധാരണക്കാരൻ വേദനിക്കുന്നത് കണ്ടാലും അതെന്റെയും കൂടി വേദനാണ്. മുനമ്പത്ത് ഞാൻ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിച്ചില്ലല്ലോ, ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ പറയും. ഈ മുനമ്പത്ത് വിഷയത്തിൽ ആളുകൾ കണ്ണീര് നമ്മൾ കാണുന്നത്. അതേപോലെ ഈ പറയുന്ന ഇന്ത്യൻ നേവിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് വഖഫ് മാറിയിരിക്കുന്നത്. ഇതുപോലെ കള്ളപ്പിടി ആരും പറഞ്ഞല്ല. 8 ലക്ഷത്തിൽ ഏക്കർ അധികം സ്ഥലമുണ്ട്. രേഖണ്ട്. നിങ്ങൾക്ക് വെറുതെ സംസാരിക്കണ്ടേ? രേഖണ്ട്. ഞാൻ സംസാരിക്കട്ടെ, പറയട്ടെ. ഞാൻ 2 മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ, വഖഫ് ബോർഡ് അവിടെ മുനമ്പത്തെ വിഷയം ഞാൻ പറഞ്ഞുതരാം. വഖഫ് ബോർഡ് അത് എന്ത് ചെയ്തു? ഫാറൂഖ് കോളേജിന് കൊടുത്തു. അവര് വിറ്റ ഒന്ന് തെറ്റ്. ഈ വിറ്റാലേ ഇതിന്റെ പേപ്പർ രജിസ്റ്റർ ചെയ്തവർക്കൂടെ രജിസ്ട്രാർ ഉണ്ട് അവിടെ. അത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് രജിസ്റ്റർ ഓഫീസ്. ആ സർക്കാർ ഉദ്യോഗസ്ഥന് അറിയാതെ, അദ്ദേഹത്തിന് അറിയാതെ ഇതിന്റെ ബാക്കിലുള്ള പേപ്പർ ഏതാണ്? പേപ്പർ. അദ്ദേഹം അതെന്ത് ചെയ്തു? അദ്ദേഹം ഇതിന്റെ ഉത്തരവാദി, ഒന്നാമത് ഉത്തരവാദി അദ്ദേഹമാണ്. അത് ചെയ്തു കൊടുത്തു. കുറെ ആളുകൾക്ക് അദ്ദേഹത്തിനും കൈക്കൂലിട്ട് ഉണ്ടാവും. അത് തെറ്റല്ലേ? നിങ്ങൾ ഇത് എനിക്ക് മനസ്സിലായി. പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും വഖഫ് ആണെങ്കിലും പള്ളി ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായ ന്യായീകരണങ്ങൾ ഉണ്ട്. ആ ന്യായീകരണങ്ങളൊക്കെ അങ്ങേയറ്റത്തും പൊള്ളത്തരാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കാര്യം, നികുതി 2022 വരെ നികുതി അടിച്ച ആളുകൾ നികുതി അടിക്കുന്നില്ലേ? അല്ലേ? ആ പേപ്പർ ഉണ്ടായിട്ടല്ലേ നികുതി അടിക്കുന്നത്?
അല്ല നികുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ മുസ്ലിം ആണെന്ന്, നിങ്ങൾ ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞല്ലോ. ഈ വഖഫ് ബോർഡിന് ഇത്രയും ആളുകളെ കണ്ണീരും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി വഖഫ് ബോർഡിന്റെ സ്ഥലമാണെങ്കിലും അത് വിട്ടുകൊടുക്കാണ്ട് അത് വേണമെന്ന് പറയുന്ന ഇതിന്റെ നേതാക്കന്മാർക്ക് എന്തിനെങ്കിലും പറ്റുമോ? എന്തിനെങ്കിലും പറ്റുമോ? ഒരു അവസരം തരി പ്ലീസ്. നിങ്ങൾ അവസരം ചോദിച്ചു 45 മിനിറ്റ് ആയി. അല്ല, നിങ്ങൾ കുറെ സംസാരിച്ചു എന്നോട്. അല്ല നിങ്ങൾ പറയുന്നതിന് മാത്രമേ മറുപടി പറഞ്ഞുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ പറയുന്നതിന് മാത്രമേ ഞാൻ മറുപടി തന്നിയുള്ളൂ. അവിടുന്ന് ആരും കുടിയിറക്കൂല എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞത് അവരെ കുടിയിറക്കാൻ പറ്റൂല. എന്നിട്ട് അവകാശവാദം ഉന്നയിക്കുന്നതോ? അതായിക്കോട്ടെ, അതൊക്കെ പേപ്പർ വരും. അവരും പറയുന്നത് എന്താ അറിയാം, അവരെ സംഭവം വഖഫിന്റെ ആണ്, പക്ഷെ അവരാരും കുടിയിറക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സാധാരണക്കാരന് പറഞ്ഞ എനിക്ക് അറിയില്ല എങ്ങനെയാണുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി അതായത് ഒരു വീട്ടില് ഒരു പെൺകുട്ടിക്ക് കല്യാണമായാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ സാധാരണക്കാര് ആ വീടിന്റെ ആധാരം കൊണ്ടുവച്ച് ലോൺ എടുക്കലുണ്ടാവല് സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാ. അപ്പൊ ഈ ലോൺ എടുക്കാൻ പോലും ഇല്ലാണ്ട് നിങ്ങൾ കുടിയിറങ്ങണ്ട, പക്ഷെ അത് ഞങ്ങൾ തന്നെയാണ്. അതൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ എത്ര വൃത്തികെട്ട പരിപാടിയാണ്. സർക്കാർ ശരിയായി കൊടുക്കാൻ ഇവിടെ ഉള്ള ഇടതാണെങ്കിലും വലത്, കേരളത്തില് കോൺഗ്രസും പറയുന്നത് റെഡിയായി കൊടുക്കുന്നു, ഇവിടെ ഉള്ള LDF പറയുന്നത് റെഡിയായി കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരു മണിക്കൂർ ഇരുന്നാൽ തീരുന്ന പ്രശ്നം ആ പാവങ്ങൾക്കുള്ളൂ. പക്ഷെ ഇവർ രണ്ടുപേരും ഈ കോടതിയിൽ ഈ കോടതിയിൽ നിങ്ങൾക്ക് അറിയൂലേ ഒത്തുതീർപ്പ് എന്നൊരു ഓപ്ഷൻ അല്ലേ നമ്മളെ ഭരണഘടനയിൽ? ഈ കോടതിയും എല്ലാ സംവിധാനങ്ങളും ജനങ്ങളെ ഗുണത്തിന് തന്നെയാണ്. അത് വെറുതെ നിങ്ങൾ കോടതിനെ കുറ്റം പറയരുത്. നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അറിയോ? 12 പേർക്ക് നോട്ടീസ് കൊടുത്ത അതിൽ തന്നെ എത്ര വീടുണ്ട്? ഈ 12 പേരാണോ അവിടെ കണ്ണീരും കഷ്ടമായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ ഏത് മാഫിയ ഉണ്ടെങ്കിലും അവിടെ പണം കൊടുത്തല്ലേ ഈ ഫറൂഖ് കോളേജിനോട് വലിയ സ്ഥലം വാങ്ങിയേ അല്ലേ? നിങ്ങൾ ഫറൂഖ് കോളേജ്, ഈ വഖഫുകാര് ഫറൂഖ് കോളേജിനോട് സ്ഥലം വേറെ ഏതെങ്കിലും വാങ്ങിയിട്ട് അങ്ങ് കൊണ്ടുപോകണോ? അത് അന്തസ്. അല്ലാണ്ട് ഈ പാവങ്ങളെ വയ്യേക്കല്ല പോയി. ഈ ഫറൂഖ് കോളേജ് വിറ്റിങ്ങനെ പൈസ തീർത്തില്ലേ? ആ തീർത്ത ഫറൂഖ് കോളേജിനോട് പൈസ വാങ്ങാൻ പറയും ഈ വഖഫ് ബോർഡിനോട്. അല്ലാണ്ട് ഇതിലൊന്നും കൂടുതൽ ഞാനും നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ചെയ്യുന്നത് ഏറ്റവും അവിടെ സാധാരണക്കാരൻ ഒരു ബുദ്ധിമുട്ടും വരില്ല, പാവങ്ങൾക്കും ബുദ്ധിമുട്ടും വരില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ വിഷയം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് ചെയ്തതാണ് ചെറ്റത്തരം. ആ ഫറൂഖ് കോളേജിനോട് എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളാൻ പറയാം, അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്ഥലവും ഈ പറയുന്ന മുനമ്പത്തേക്ക് ഓടാൻ നിൽക്കരുത്. സർക്കാർ പറഞ്ഞല്ലോ ഞങ്ങൾ ചെയ്തു കൊടുക്കാന്ന്. ആരാ പറയാത്ത? ഇവിടെ LDF പറയുന്നത്, കോൺഗ്രസ് പറയുന്നത്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കാണ്ട് പാവങ്ങളാണ് തെരുവിലും. പാവങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയില്ലല്ലോ. പിന്നെ ഏടാണ്? തെരുവിലല്ലേ? സമരത്തിലാണ്. സമരം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്തെങ്കിലും തിരക്കുണ്ടെ പിന്നെ വിളിച്ചോളൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാതെ പിന്നെ വിളിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് മുസ്ലിം സംഘടനകൾ പറയും. നിങ്ങളൊരു മുസ്ലിം അല്ലേ? ഞാൻ പറയുന്നത് എന്താ പറയുന്നത്? ഈ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് പോലും കള്ളത്തരായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം എന്തിനാണ് പിന്നെ സമരം ചെയ്യിപ്പിക്കുന്നത്? ആ സമരം നിർത്തിപ്പിച്ചൂടെ? അവർക്ക് അങ്ങ് കൊടുത്ത് സമരം തീർത്തുകൂടെ? അനുമതി കൊടുത്തു, നീതി തർക്കാനുള്ള അനുമതി കൊടുത്തു. എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും സമരമൊക്കെ ആക്കിപ്പിച്ചത് വരെ എന്തുകൊണ്ടാ? അവരെ ശല്യം ചെയ്തിട്ടല്ല അവര് സമരത്തിൽ. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോ അല്ലെ നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി സമരത്തിന് ഇറങ്ങണം? നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കും എന്ന് പറയാണ്ട് നിങ്ങൾ ഇറങ്ങൂലല്ലോ. അതന്നെ പറഞ്ഞത്. അത് ഭൂമിയാകുമ്പോ അതിന് രേഖകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് കുറച്ച് ടൈം ആവും. അവരോട് പറഞ്ഞില്ല, അവരെ ഇറക്കൂലെന്ന് തന്നെ പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ പേടിക്കണ്ട. അവരൊന്നും അവിടെ സംഭവിക്കൂല. നിങ്ങൾ ആരെയും ധൈര്യമല്ല. ഈ രാജ്യത്തൊരു ഗവൺമെന്റ് സംവിധാനം ഉള്ളായത് കൊണ്ട് തന്നെ അവരെ ഒന്നും ഇവിടെ സംഭവിപ്പിക്കൂല. ബോധമല്ല, എല്ലാവർക്കും അറിയാം. അതാണ് പറയുന്നത്. അവിടെ നിങ്ങൾ ആരും ബേജാറാണ്. അവിടെ നിങ്ങളൊന്നും എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇവിടെ ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉണ്ട്. അത് എന്ത് തന്നെയാലും ആ വഖഫൊക്കെ പണിക്ക് നിന്നാല് അതിന് പണിയെടുക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വഖഫിനൊന്നും ഈ വഖഫ് ബോർഡ് സംവിധാനത്തിനൊന്നും ഞാൻ എതിരൊന്നല്ല. പക്ഷെ ചെയ്യുന്ന നെറികേടാണെങ്കിൽ അത് നെറികേടാന്ന് ഞാൻ പറയൂ. അതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. സാറേ, നിങ്ങൾ മനസ്സിലാക്കി, അതാ ഫാറൂഖ് കോളേജ് ചെയ്ത തെറ്റാണ് പട്ടികൾ കുടുങ്ങിയത്. മനസ്സിലായില്ല? എന്റെ കുടുംബത്തിൽ പിന്നെ വഖഫ് ബോർഡ് ചെയ്യുന്ന കുറെ നെറികേടുകൾ വേറെ ഉണ്ട്. കാണുന്നതിനൊക്കെ അവകാശവാദം ഉന്നയിക്കാം.
കാരണം ഇന്ത്യന്റെ സകല പുരാവസ്തു കേന്ദ്രങ്ങൾ, ഇന്ത്യന്റെ പല ഗവൺമെന്റ് ഓഫീസുകൾക്ക് പോലും അവകാശവാദം ഉണ്ട്. നിങ്ങൾക്കറിയോ മഹാരാഷ്ട്ര ഒരു ജഡ്ജി തന്നെ കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റിലെ ജഡ്ജി തന്നെ ഹൈക്കോടതിയും ചോദിച്ചതാ വഖഫിനോട്, നിങ്ങൾ ഈ രാജ്യം തന്നെ വാങ്ങുമോ വഖഫിനെ എന്ന് പറഞ്ഞു. ഞാൻ രേഖ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖ നിങ്ങൾ ഈ വഖഫിന്റെ ഈ അവകാശവാദം തന്നെ പടുത്ത് നിൽക്കൂ. അതിപ്പോ സെറ്റ് ആയിക്കൊണ്ട് നിൽക്കാണ്, നിങ്ങൾ കാത്തിരുന്നാ മതി. ഓക്കെ, അത് വഖഫിന്റെ ഭൂമിയാണെങ്കിൽ കൊടുത്താൽ പോലെ ഓക്കെ. ഈ വഖഫിന് ആരെങ്കിലും സ്ഥലം വഖഫിന് കൊടുക്കുന്നതിനെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ വഖഫ് എന്താ ചെയ്യുന്നത്? അല്ല വഖഫ് എന്താ അല്ല അങ്ങനെ കൊടുക്കൂല എന്നുള്ളതാണ് കാട്ടിക്കൊടുക്കുന്നത് ഇപ്പോ. അതെ, എന്താണ് നിങ്ങളെ പേപ്പർ ആധാരം ക്ലിയർ ആയിട്ട് നിങ്ങളടുത്തുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഗവൺമെന്റ് ഓഫീസ് അല്ല, ഈ വഖഫിന് എന്ത് പേപ്പറാണല്ലോ? ഒരു പേപ്പറും വേണ്ട. അത് ഊള നിയമ, ആ നിയമമാണ് ഇവിടെ മാറ്റുന്നത്. സർക്കാർ നിങ്ങൾക്ക് എന്നാലും അതിനെ കുറിച്ച് കുറച്ചും കൂടി അറിവ് കുറവാണ്. ഞാനൊരു കാര്യം പറഞ്ഞതാ. വഖഫ് എന്താ വഖഫ് എന്താ വെച്ചാല് ഒരു സ്ഥലം പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിച്ചാൽ മതി, പിന്നെ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കറിയോ? വഖഫിനല്ല തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എതിർഭാഗം ആരാണോ അവരാണ്. പക്ഷെ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ട് എന്നാൽ ആരും കൊടുക്കുന്നില്ല, അതിന് തെളിവായിട്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊക്കെ ഒളിച്ചു അല്ലാണ്ട് പറയാണ്. ഞാനൊരു കാര്യം കൊണ്ട് പറഞ്ഞാ, വഖഫ് ചെയ്യുന്ന ചെറ്റത്തരാണ്. ഈ രാജ്യത്ത് മൊത്തമായിട്ട് പല സ്ഥലങ്ങളിൽ ഈ വഖഫ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സ്ഥലങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അതിന്റെ പേപ്പർ ഒരു പേപ്പറും ഇല്ല, ഒരു പേപ്പർ തുണ്ട് പോലും അവരെ കയ്യില്ല. ഒരു പേപ്പർ തുണ്ട് പോലും അവരെ കയ്യില്ല. അവരെ അങ്ങോട്ട് വരട്ടെ ചോദിക്കാണ്, അപ്പം പറഞ്ഞു കൊടുക്കാം. ഞാനൊരു കാര്യം പറഞ്ഞാ, അല്ല പ്രശ്നമുണ്ട്. രാജ്യത്ത് പല ബിൽഡിങ്ങുകള്, പല സ്ഥലങ്ങള്, പല ക്ഷേത്രങ്ങള്, പല സ്ഥലങ്ങള് വഖഫ് ഇന്ത്യ സർക്കാരും റെയിൽവേ കഴിഞ്ഞാൽ എന്നാ അത് മൂന്നാമത് സ്വത്തുള്ള ആർക്കാന്നറിയോ? ആർക്കാന്ന് പറഞ്ഞ നിങ്ങള് ക്രിസ്തീയ സഭക്കാണ്. ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം ഇന്നേ വരെ ആയിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം രാജ്യത്തുണ്ടോ? ഇല്ല. പക്ഷെ ഈ വഖഫ് ബോർഡ് ചെയ്യുന്നില്ലേ? ഈ വഖഫ് ബോർഡ് ക്ഷേത്രങ്ങള് സകലതിനും നിങ്ങളെ ഒരു കാര്യം, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. വെറുതെ ഇത് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിന്? ഞാൻ കൃത്യമായിട്ട് അല്ല, വഖഫ് ബോർഡ് രാജ്യത്തുടനീളം പല സ്ഥലങ്ങളിൽ നെറികെട്ട രീതിയിൽ അവകാശവാദം ഉന്നയിച്ചത്. ഈ വഖഫ് ബോർഡിനാണ് ഇവിടെ ഈ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ റെയിൽവേ ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഉള്ളത് വഖഫിനാണ്. വഖഫ് വാങ്ങിയതൊക്കെ വെട്ടിപ്പിടിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് വിവരാവകാശ കമ്മീഷനെ കുറിച്ചാ പറയുന്നത്? ഞാനിവിടെ ഇന്ത്യൻ നിയമമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, വ്യക്തമാക്കി പറഞ്ഞുതരാം. ഈ വഖഫ് ബോർഡ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യേ, ഇന്ത്യൻ വഖഫ് ബോർഡ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നാ മനസ്സിലാക്കിയോളൂ. നിങ്ങൾ നോക്കിയത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നോക്കിയേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വഖഫ് ബോർഡ് ഇന്ത്യയിലുള്ള സാംസ്കാരിക സ്ഥലങ്ങള്, ഗവൺമെന്റ് പ്രോപ്പർട്ടികള്, ക്ഷേത്രങ്ങള്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഈ വഖഫ് ബോർഡ് ഒരു പമ്പാൻ എല്ലാം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ അനുകൂലിക്കുന്നുണ്ടോ? അല്ലേ? അവകാശവാദം ഉന്നയിക്കൽ വെറുതെ ആരും ഉന്നയിക്കും. അപ്പൊ നിങ്ങൾ അതിനൊക്കെ അനുകൂലിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ അതിനൊക്കെ അനുകൂലിക്കുന്നുണ്ട്. നിന്റെ ചോദ്യം ഇതേ ഉള്ളൂ. നിങ്ങൾ ഈ വഖഫ് ബോർഡിനെ അനുകൂലിക്കുന്നുണ്ടോ? അല്ലേ ഈ അവകാശവാദം ഉന്നയിക്കുന്നതിന്? എന്ത് വെറുതെ അവകാശവാദം. എന്നാലേ ഒരു കാര്യം തന്നെ, നിങ്ങൾ അനുകൂലിക്കേണ്ട, അതൊക്കെ വെറുതെ അനുകൂലിക്കുന്ന, വെറുതെ അവകാശവാദം ഉന്നയിക്കുന്ന. വെറുതെ ഒരാൾ വന്നിട്ട് ഇന്ത്യതാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ഞാനൊരു കാര്യം മനസ്സിലായി. നിങ്ങളെ പോലുള്ള ഒരാളോട് ഇതെന്നെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ അല്ല, ഇനി ഒരു മണിക്കൂറായി. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും,
നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? അല്ല നിങ്ങൾ എന്നോട് നിങ്ങൾ വഖഫ് ബോർഡിനൊക്കെ അനുകൂലിക്കൂ, പക്ഷെ പിന്നെയും പറയാണ് ഇല്ല വഖഫ് ബോർഡ് അനുകൂലിക്കും. ഇതെന്നല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ അനുകൂലിക്കൂല. നിങ്ങളോട് വിഷയങ്ങൾ ഞാൻ പറയുമ്പോ നിങ്ങൾ പറയും ഓ ഇല്ല വഖഫ് ബോർഡ് ഞാൻ അനുകൂലിക്കൂല. പിന്നെയും പറഞ്ഞു തിരിഞ്ഞു വരുമ്പോ നിങ്ങൾ പറയും ഇല്ല ഞാൻ പിന്നെ അനുകൂലിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞത് പറഞ്ഞും ഇതുണ്ടല്ലോ, ഇത് എന്തിനാണ് വെറുതെ സമയം പോക്കുന്നത്? 1 മണിക്കൂർ അല്ലെങ്കിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. പിന്നെ ഞാൻ എന്തിന് നിങ്ങളോട് സംസാരിക്കണം? എനിക്ക് മനസ്സിലായി, നിങ്ങളെ കുറിച്ച് മനസ്സിലായി. നിങ്ങളെ കുറിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓക്കെയാണ്, വഖഫ് ബോർഡ് ഓക്കെയാണ്, എല്ലാം ഓക്കെയുള്ള ഒരാൾ എന്താണെന്ന് ഞാനും മനസ്സിലാക്കി. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഈ വിളിച്ച വ്യക്തിയൊക്കെ ഉണ്ടല്ലോ, അതായത് എന്നെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്ന ആളുകളെക്കാൾ അപകടകാരിയാണ് ഈ വിളിച്ചിട്ടുള്ള വ്യക്തി. നല്ല ഒന്നാന്തരം ജിഹാദി തന്നെ, അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. കാരണം ആദ്യം തന്നെ എന്താ എന്നോട് ചോദിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് എതിരെയാണ് വീഡിയോ ചെയ്യുന്നത് എന്ന്. നമ്മൾ ഇന്നേ വരെ ഒരു സാധാരണ മുസ്ലിമിനെതിരെയും ഒന്നും ചെയ്തിട്ടില്ല, ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. മറിച്ച് നമ്മൾ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും, പ്രധാനമായിട്ടും ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ലഷ്കർ ഇത്തരം ഭീകരവാദ സംഘടനകൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കാറുണ്ട്. ഈ ഇത്തരം എതിർത്ത് നമ്മൾ സംസാരിക്കുന്നത് കണ്ട് സഹിക്കാൻ സാധിക്കാഞ്ഞിട്ടാണ് ഈ വ്യക്തിയൊക്കെ എന്നെ വിളിച്ചിട്ടുള്ളത്. എന്നിട്ട് തന്ത്രപരമായിട്ട് പറയാണ് നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയല്ലേ പറയുന്നത് എന്ന്. ഇതൊരു തന്ത്രപരമായിട്ടുള്ളൊരു മുന്നോട്ട് വെപ്പല്ലേ? കൃത്യമായിട്ട് ഈ വ്യക്തിയൊക്കെ ഈ പറയുന്ന ജിഹാദി തീവ്രവാദ പ്രവർത്തനത്തിന് അനുകൂലിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ മതത്തിനെതിരെ പറയുന്നത് പോലെ തോന്നുന്നത്? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് അധികമൊന്നും ചെയ്തിട്ടല്ലല്ലോ, വിരലിൽ ഉണ്ടാവുന്ന കൊലപാതകം നിങ്ങൾ കേട്ടില്ലേ? ഒരാളെ പോലും കൊലപാതകം ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധിക്കുമോ? എന്നിട്ട് പ്രധാനമായിട്ട് ഉയർത്തി ചോദിക്കുക RSS ഭീകര സംഘടനയല്ലേ, തീവ്രവാദ സംഘടനയല്ലേ എന്ന്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. സുബോധമുള്ള ഏതൊരാൾക്ക് ചിന്തിച്ചാലും ആ ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ രാജ്യത്ത് വിപുലമായിട്ട് തന്നെ RSS സംഘടനാ സംവിധാനമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഈ RSS സംഘടന, ഈ ഒരു സംവിധാനത്തിന് പകരം ഇതേ സംവിധാനമുള്ളത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനക്കായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മറ്റൊരു ബംഗ്ലാദേശോ, മറ്റൊരു അഫ്ഗാനിസ്ഥാനോ, മറ്റൊരു സിറിയയോ, മറ്റൊരു ഇറാഖോ നമ്മുടെ രാജ്യവും ആവുമായിരുന്നില്ലേ? RSSന്റെ അതേ സംഘടനാ സംവിധാനം രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവുമായിരുന്നോ? മതേതരത്വം ഉണ്ടാവുമായിരുന്നോ? ഒന്നും ഉണ്ടാവില്ലായിരുന്നോ? ഇതിലും അപ്പുറം എന്തെങ്കിലും തെളിവാണോ പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകരവാദ സംഘടനയാണോ തീവ്രവാദ സംഘടനയാണോ എന്ന്? ഒരു തെളിവിന്റെ ആവശ്യം ബോധമുള്ള ഒരാൾക്കും വേണ്ട. RSS ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ വ്യക്തിയോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇല്ല? ഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെ വിളിക്കുന്ന ഓരോ ആളുകളോട് ഞാൻ ചോദിച്ചിട്ട് ഇന്നേ വരെ ഒരാൾക്കും നേരിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. എവിടുന്നോ എന്തോ കേട്ട് പരിചയം. അത് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യലാണ് എന്നുള്ളതൊക്കെ ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നെ ഈ വിളിച്ച ഇത്തരം തന്ത്രപരമായിട്ട് വിഷയം കൈകാര്യം ചെയ്യുന്ന അടുപ്പുകൂട്ടികളുടെ ശൈലിയിലുള്ളൊരു വ്യക്തിയാണിപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ളത്. ഇതൊക്കെ ബോധമുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ട് ഉണ്ടാവുകയും ചെയ്യും.